PTR link ലേക്ക് പോയിന്റ് ചെയ്ത് PTR will be pointing to PTR of ലിങ്കിലേക്ക് പോയിന്റ് ചെയ്യുന്നത്. അടുത്തത് ഇൻസേർഷൻ അറ്റ് എനി പൊസിഷൻ ആണ് പറയേണ്ടത്. ഇതാണ് നമ്മൾ മോർണിംഗ് ഡിസ്കസ് ചെയ്തത്. ഇൻസേർഷൻ അറ്റ് എനി പൊസിഷൻ ആണെങ്കിൽ എന്തൊക്കെ കേസസ് ആണ് നോക്കേണ്ടത്? ഇൻസേർട്ടിങ് എൻ നോഡ് അറ്റ് എനി പെർട്ടിക്കുലർ പൊസിഷൻ ഏതൊക്കെ കേസ് കൺസിഡർ ചെയ്യണമെന്ന് പറയൂ. ആദ്യം നമ്മൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് പൊസിഷൻ കണ്ടുപിടിക്കുക? നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട പൊസിഷൻ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുക? ഏത് വാല്യൂ വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാം ഇൻസേർട്ട് ചെയ്യേണ്ട പൊസിഷൻ? ഒരു പെർട്ടിക്കുലർ വാല്യൂ വെച്ചിട്ടല്ലേ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം ഇൻസേർട്ട് ചെയ്യേണ്ട പൊസിഷൻ. ഏത് ആ വാല്യൂ എന്താ? കീ വാല്യൂ, റൈറ്റ്? Isn't it? So I'll draw an example here. If this is a node, if this is the header node, okay, this is the header node, okay, data position is null, link is pointing to the first node, this is the first node, this is pointing to the second node, and next is a third node is there, right? And the link position of third node is null. Here value stored is 10, 20, 30. ക്ലിയർ ആണല്ലോ. ഇനി ഞാൻ എന്ത് സ്റ്റാർട്ട് ചെയ്യും? അൽഗോരിതം നോക്കിയേ. PTR1, I'll start from PTR1, right? ന്യൂ ഈക്വൽ ടു ഗെറ്റ് നോഡ് പ്രൊസീജിയർ നേരത്തെ പോലെ തന്നെ കോൾ ചെയ്യണം, അതിൽ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, ഗെറ്റ് നോഡ് പ്രൊസീജിയർ ആദ്യത്തെ സ്റ്റെപ്പിൽ കൊടുക്കണം. ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ന്യൂ ഓഫ് ഗെറ്റ് നോഡാണ്, അത് നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം മെമ്മറി ഫുള്ളാവുന്ന കേസൊക്കെ സെയിം തന്നെ. എൽസ് പേ പോർഷൻ തൊട്ടിട്ടാണ് ഇവിടെ ഞാൻ കാണിച്ചിട്ടുള്ളത്. ഹെഡർ എവിടെ പോയിന്റ് ചെയ്യുന്നു? ഹെഡർ എവിടെ പോയിന്റ് ചെയ്യുന്നത്? PTR1. PTR അല്ലേ? PTR1 അല്ലേ? ഹെഡർ പോയിന്റ് ചെയ്യുന്ന പൊസിഷൻ ഏതാ? ഈക്വൽ ടു ഗെറ്റ് നോഡ് പ്രൊസീജിയർ കഴിഞ്ഞു. എൽസ് കേസിൽ PTR is pointing to header node. ഓക്കെ, ഇതാണ് അൽഗോരിതം. PTR is now pointing to the header node. ഓക്കെ, അപ്പോൾ ഇതാണ് PTR. ഹെഡർ നോഡാണ് PTR. ഓക്കെ, ഇത് കഴിഞ്ഞു. നെക്സ്റ്റ് ഫയൽ PTR ഓഫ് ഡാറ്റ ഇസ് ഈക്വൽ ടു കീ. ഞാനിവിടെ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എടുക്കുന്ന കീ വാല്യൂ എന്ന് പറയുന്നത് 20 ആണ്. ഓക്കെ, പറഞ്ഞോ. PTR ഓഫ് ഡാറ്റ ഈക്വൽ ടു കീ ആണോ? ഹെഡർ നോഡിൻ്റെ കേസിൽ പറ. ഹെഡർ നോഡ് തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. What is the PTR of data? What is PTR of data here? PTR of data എന്താ പറയൂ? ഹെഡർ നോഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്തു. PTR ഈക്വൽ ടു ഹെഡർ. PTR ഓഫ് ഡാറ്റ. ഇപ്പോൾ PTR എന്ന് പറയുന്ന ഏത് നോഡാ? നൾ. വെരി ഗുഡ്. PTRന്റെ ഡാറ്റ പോർഷൻ നള്ളാണ്, ബിക്കോസ് ഹെഡർ നോഡാണത്. ഓക്കെ, PTR ഓഫ് ഡാറ്റ ഇസ് ഈക്വൽ ടു നൾ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. നെക്സ്റ്റോ, PTR ഓഫ് ലിങ്ക് നോട്ട് ഈക്വൽ ടു നള്ളാണ്. ഇവിടെ PTR ഓഫ് ലിങ്ക് നോട്ട് ഈക്വൽ ടു നള്ളാണോ?
PTRന്റെ ലിങ്ക് എങ്ങോട്ടേക്കാ പോയിന്റ് ചെയ്യുന്നത്? 10ലേക്ക്. ലിങ്ക് നള്ളല്ല. Isn't it? PTR of link equal to null അല്ല. ഈ കണ്ടീഷൻ is wrong. അപ്പോൾ ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യില്ലല്ലോ. എൻഡ് ഓഫ് ദ വൈൽ ലൂപ്പിലെത്തും. നെക്സ്റ്റ് ഞാൻ നോക്കും PTR of link അല്ല, ഈ കണ്ടീഷൻ ശരിയാണ്. സോറി. PTR of link നോട്ട് ഈക്വൽ ടു null. കറക്റ്റ് അല്ലേ? PTR of link not equal to null. This condition is satisfying, right? PTR of link null അല്ല. പോയിന്റ് ചെയ്യുന്ന 10ലേക്ക്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു, റൈറ്റ്? ഹാവിങ് എ കീ ആൻഡ് ദ കീത്ത് എലമെന്റ് ഇസ് റൈറ്റ് അല്ലേ? ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ലേ? മനസ്സിലായോ? ഓക്കെ, മനസ്സിലായല്ലോ. ഓക്കെ, ശരി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? PTR will be now pointing to the link of PTR. അപ്പോൾ PTR ഇനി എങ്ങോട്ടേക്ക് പോയിന്റ് ചെയ്യും? PTRന്റെ ലിങ്ക് പോയിന്റ് ചെയ്യുന്നിടത്തേക്ക്. അപ്പോൾ പുതിയ PTR എന്ന് പറയുന്നത് ഫസ്റ്റ് നോഡായിരിക്കും. ഇനീഷ്യലി അത് ഹെഡർ നോഡായിരുന്നു, ഇപ്പോൾ അത് ഫസ്റ്റ് നോഡായി മാറി. എഗെയിൻ ചെക്ക് ചെയ്യുന്നു. PTR ഓഫ് ഡാറ്റ. വാട്ട് ഈസ് PTR ഓഫ് ഡാറ്റ? ഇവിടെ PTR എന്ന് പറയുന്ന നോഡിന്റെ ഡാറ്റ പാർട്ടിൽ എന്താ ഉള്ളത്? PTR ഓഫ് ഡാറ്റ എന്താ? റിപ്ലൈ തരൂ. PTR ഓഫ് ഡാറ്റ എന്താണ് ഇവിടെ? 10. വെരി ഗുഡ്. 10. കീ എന്താ? 20. 10 നോട്ട് ഈക്വൽ ടു 20 ആണല്ലോ. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടല്ലോ രണ്ടാമത്തെ കേസിൽ. സാറ്റിസ്ഫൈഡ്. PTRന്റെ ലിങ്ക് നോട്ട് ഈക്വൽ ടു നള്ളാണോ? നോട്ട് ഈക്വൽ ടു നള്ളാണ്. നല്ലല്ലോ, പോയിന്റ് ചെയ്യുന്നത് 20ലേക്കല്ലേ. ദിസ് കണ്ടീഷൻ ഇസ് ഓൾസോ സാറ്റിസ്ഫൈങ്. അപ്പോൾ എന്ത് ചെയ്യണം? PTR ഇസ് നൗ പോയിന്റിങ് ടു ദി PTR ഓഫ് ലിങ്ക്. അപ്പോൾ പുതിയ PTR എന്ന് പറയുന്നത് ഇത് മാറിയിട്ട് സെക്കൻഡ് നോഡ് എന്തായിട്ട് മാറും? PTR ആയിട്ട് മാറും, റൈറ്റ്? ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി അടുത്ത കേസിൽ എഗെയിൻ സെർച്ച് ചെയ്യാൻ പോണേ. എഗെയിൻ കണ്ടീഷൻ ചെക്ക് ചെയ്യുവാണ്. ഇപ്പം PTR പോയിന്റ് ഇവിടെയാണ്. ഓക്കെ. PTR ഓഫ് ലിങ്ക്, PTR ഓഫ് ഡാറ്റ ഇസ് ഈക്വൽ ടു കീ ആണോ? കീ വാല്യൂ എത്രയാ? 20. PTR ഓഫ് ഡാറ്റ 20 ഈക്വൽ ടു കീ വാല്യൂ ആണ്. കണ്ടീഷൻ റോങ് ആയല്ലോ. നോട്ട് ഈക്വൽ ടു കീ ആണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഇവിടെ ഈക്വൽ ടു കീ ആയല്ലോ, അല്ലേ? ഓക്കെ, കണ്ടീഷൻ ഇസ് റോങ്. ഒരു കണ്ടീഷൻ റോങ് ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? ഇത് ആൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ്, ലോജിക്കൽ ആൻഡ് ആണ്. 0 വന്നു കഴിഞ്ഞാൽ ഇതിന് 1 ആയാലും 0 ആയാലും നിങ്ങൾക്ക് എന്തായാലും മാറ്റേഴ്സ് ഡസൻറ്റ് മാറ്റർ, റൈറ്റ്? അപ്പോൾ ഈ കണ്ടീഷൻ റോങ് ആണ്, ഈ കണ്ടീഷൻ തെറ്റാണ്. ഡാറ്റ ഈസ് ഈക്വൽ ടു കീ ആണ് വരുന്നത്. സോ ഇറ്റ് വിൽ എക്സിറ്റ് ഫ്രം ദ വൈൽ ലൂപ്പ് ആൻഡ് ഇറ്റ് വിൽ ചെക്ക് വെദർ PTR ഓഫ് ലിങ്ക് നൾ ആണോ എന്ന് ചെക്ക് ചെയ്യും. PTR ഓഫ് ലിങ്ക് നൾ ആണോ? PTR എന്ന് പറയുന്ന പോയിന്ററിന്റെ ലിങ്ക് വാല്യൂ ഇവിടെ നൾ ആണോ? I will continue only after your answer. No, ലിങ്ക് നള്ളല്ല. അപ്പോൾ ഈ ഇഫ് ലൂപ്പിലെ സ്റ്റേറ്റ്മെന്റ് റോങ് ആണല്ലോ. അപ്പോൾ ഏതിലേക്ക് വരും? എൽ സ്റ്റേറ്റ്മെന്റിലേക്ക് വരും. ഓക്കെ, എനിക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട നോഡ് ഇതാണ്, 25 വിത്ത് നൾ. ഓക്കെ, 25 എന്നാണ് എനിക്ക് സ്റ്റോർ ചെയ്യേണ്ടത്. ഞാനത് സ്റ്റോർ ചെയ്യുന്നില്ല. 25 ആണ് എൻ്റെ നോഡിൻ്റെ സ്റ്റോർ ചെയ്യേണ്ട ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, എൽസ് കേസിൽ എന്താ ചെയ്യുന്നത്? ന്യൂവിൻ്റെ ലിങ്ക്, PTRന്റെ ലിങ്ക് വിൽ ബിക്കം ന്യൂവിൻ്റെ ലിങ്ക്. PTRന്റെ ലിങ്ക് പോയിന്റ് ചെയ്യുന്നതാ ഈ നോഡിലേക്ക്, ന്യൂവിൻ്റെ ലിങ്ക് പോയിന്റ് ചെയ്യും. ഓക്കെ, ദാറ്റ് മീൻസ് there will be a connection like this. This connection will be cut here. Okay, അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ഓക്കെ. ഇനി ന്യൂ ഓഫ് ഡാറ്റ is equal to x will be 25 will be stored inside the new of data. ഇനി എന്ത് ചെയ്യണം? PTR ഓഫ് ലിങ്ക് എങ്ങോട്ടെങ്കിലും പോയിന്റ് ചെയ്യണം. PTRന്റെ ലിങ്ക് എങ്ങോട്ടേക്ക് പോയിന്റ് ചെയ്യുന്നു? ന്യൂ will become the PTR of link. New is PTR of link. End is end while. Clear ആയോ? ക്ലിയർ ആണോ? Any doubt in this? പറഞ്ഞോ, ചോദിച്ചോ. ക്ലിയർ ആണോ? നിഹാരിക, നിർമ്മൽ, ഷോണിൻ, അജൽ, അശ്വിൻ ഷാജി,
ഗാഥ, മൊഹസിന, ശ്രീരജ്, ടൈഫൽ, ഇഷ, അനുരാഗ്. മനസ്സിലായിട്ടില്ലെങ്കിൽ ഇല്ല എന്ന് പറയടാ. റിപ്ലൈ ആക്കോ? ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണോ? 25th മിനിറ്റ്, ഞാൻ ഒരു 25th അടുത്ത് 25th എന്ന് പറഞ്ഞാൽ പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ നൾ വാല്യൂ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുക. ഓക്കെ, ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, വെൽ സ്റ്റാർട്ട്. പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്യാൻ പോണേ. ആദ്യത്തെ 4 സ്റ്റെപ്പ് നിങ്ങൾക്ക് ക്ലിയർ ഇല്ലാത്തതല്ലേ? ആദ്യത്തെ 5 സ്റ്റെപ്പ്, ഈ 5 സ്റ്റെപ്പ് വരെ നിങ്ങൾക്ക് ഓക്കെ അല്ലേ? അല്ലേ, അതൊന്ന് പറയോ? ആദ്യത്തെ 5 സ്റ്റെപ്പ് ഓക്കെ അല്ലേ? ഓക്കെ, 6 സ്റ്റെപ്പോട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ മതിയല്ലോ. ഓക്കെ, അതായത് ഇവിടെ ഒരു പുതിയ നോഡ് നടക്കുന്നുണ്ട്. ഹെഡറാണ്. ഹെഡ് ഡാറ്റ പൊസിഷനിൽ എത്ര നോഡ് വേണം? 4 നോഡുള്ള ഇത് വരക്കാം. ഇത് ഫസ്റ്റ് നോഡ്. ദിസ് ഈസ് കണക്റ്റഡ് വിത്ത് സെക്കൻഡ് നോഡ്. ദിസ് ഈസ് കണക്റ്റഡ് വിത്ത് തേർഡ് നോഡ് ആൻഡ് ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ഫോർത്ത് നോഡ്. ഓക്കെ, ഫോർത്ത് നോഡിൽ ലിങ്ക് പോർഷൻ ഉള്ളതാണ്. ഇവിടെ തന്നെ വാല്യൂ ഇടാലോ, വാല്യൂ സ്റ്റോർ ചെയ്യാലോ. 5, 10, 15, 20. സെലക്ട് ചെയ്യുന്ന കീ വാല്യൂ എന്ന് പറയുന്നത് 15 ആണ്. ഓക്കെ, സെലക്ട് ചെയ്യുന്ന കീ വാല്യൂ 15. ക്ലിയർ ആണല്ലോ? സോ വിൽ സ്റ്റാർട്ട്. ഓക്കെ, ആദ്യം എന്ത് ചെയ്യുന്നു? ഞാൻ റെഡിങ്കിൽ ഓരോന്നിൻ്റെ വാല്യൂ എഴുതി തുടങ്ങാം. ആദ്യം ഏതാണ് PTR ആയിട്ട് മാർക്ക് ചെയ്യുക? ഏത് നോഡിനെ PTR എന്ന് മാർക്ക് ചെയ്യുക? പറഞ്ഞോ. അൽഗോരിതം 6th ലൈനിലുള്ള എന്താ പറയുന്നത്? ഏതാണ് ഹെഡറായിട്ട് മാർക്ക് ചെയ്യുക? ഹെഡർ. വെരി ഗുഡ്. ഓക്കെ, സോ ദിസ് ഈസ് ദി PTR. ഇനി എന്ത് ചെയ്യുന്നു? വൈൽ PTR ഓഫ് ഡാറ്റ ഈക്വൽ ടു കീ ആണോ? PTR ഓഫ് ഡാറ്റ ഈക്വൽ ടു കീ ആണോ? കീ വാല്യൂ എത്രയാ? 15. PTR ഓഫ് ഡാറ്റ എന്താ? നള്ള്. ഹെഡറിൻ്റെ ഡാറ്റ പൊസിഷൻ നള്ളാണല്ലോ. നൾ നോട്ട് ഈക്വൽ ടു കീ. യെസ്, null not equal to key. Condition is correct, right? Null not equal to 15. Yes, it is correct, right? ഇനിയോ PTRൻ്റെ ലിങ്ക് ഈക്വൽ ടു നള്ളാണോ? PTRൻ്റെ ലിങ്ക് എങ്ങോട്ടേക്കാണ് പോയിന്റ് ചെയ്യുന്നത്? ഫസ്റ്റ് 1 എന്ന് പറയുന്ന നോഡിലേക്ക്. PTRൻ്റെ ലിങ്ക് പോയിന്റ് ചെയ്യുന്നത് 1 എന്ന് പറയുന്ന നോഡിലേക്ക്. ഓക്കെ, PTRൻ്റെ ലിങ്ക് 1ലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ഓൾസോ നോട്ട് ഈക്വൽ ടു നൾ. ദിസ് കണ്ടീഷൻ ഈസ് ഓൾസോ കറക്റ്റ്. Yes or no? കണ്ടീഷൻ കറക്റ്റ് ആവുന്ന എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, കണ്ടീഷൻ ഇസ് കറക്റ്റ്. അപ്പോൾ എന്താ ചെയ്യുന്നത്? PTR now will point to the PTR of link. നമ്മൾ പുതിയ PTR ആയി മാറുക ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായിരുന്നു നേരത്തെ PTR. ഇനി ഇതല്ല PTR. PTRൻ്റെ ലിങ്ക് എങ്ങോട്ടേക്കാണോ പോയിന്റ് ചെയ്യുന്നത് അതാണ് പുതിയതായിട്ടുള്ള PTR പോയിന്റർ എന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതാണല്ലോ ഫസ്റ്റ് നോഡ് PTR ആയല്ലോ. ഇതുവരെ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ, ശരി. എന്ത് ചെയ്യുന്നു? എഗെയിൻ കണ്ടീഷൻ പിന്നെയും ചെക്ക് ചെയ്യണമല്ലോ. ഓക്കെ, കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. വൈൽ PTR ഓഫ് ഡാറ്റ. വാട്ട് ഈസ് PTR ഓഫ് ഡാറ്റ? PTR എന്ന് പറയുന്ന നോഡിനുള്ളിൽ ഡാറ്റ വാല്യൂ എത്രയാ? PTR എന്ന് പറയുന്ന നോഡിൽ ഡാറ്റ വാല്യൂ എത്രയാ? ഗിവ് മീ റിപ്ലൈ ഇൻ ചാറ്റ് ബോക്സ്.
5. യെസ്, വെരി ഗുഡ്. 5. കീ വാല്യൂ എത്രയാ? 15. 5 നോട്ട് ഈക്വൽ ടു 15. കറക്റ്റ് ആണല്ലോ. 5 നോട്ട് ഈക്വൽ ടു 15 എന്ന് വെച്ചാൽ എന്താ? കണ്ടീഷൻ കറക്റ്റ് ആണ്. അടുത്തതോ, PTRൻ്റെ ലിങ്ക് നോട്ട് ഈക്വൽ ടു നൾ. യെസ്, PTRൻ്റെ ലിങ്ക് പോയിന്റ് ചെയ്യുന്നത് 10th നോഡിലേക്കാണ്, നള്ളല്ല. ദിസ് ഈസ് ഓൾസോ കറക്റ്റ്. യെസ് ഓർ നോ? ഈ കണ്ടീഷനും വൈൽ കണ്ടീഷൻ, രണ്ട് കണ്ടീഷൻ ട്രൂ ആണ് അല്ലേ? അത് മനസ്സിലായല്ലോ. വൈൽ ലൂപ്പിലെ രണ്ട് കണ്ടീഷൻ ട്രൂ ആവുമെന്ന് മനസ്സിലായല്ലോ. യെസ്, ഓക്കെ. വൈൽ ലൂപ്പിലെ രണ്ട് കണ്ടീഷനും കറക്റ്റായി. ഇനി എന്ത് ചെയ്യും? PTR is equal to PTR of link. അപ്പോൾ എന്ത് ചെയ്യും? ഈ PTRൻ്റെ ലിങ്ക് പോയിന്റ് ചെയ്ത സ്ഥലം ഏതാണ്? 10 എന്ന് പറയുന്ന സെക്കൻഡ് നോഡ്. അപ്പോൾ അതായിരിക്കും പുതിയ PTR. അപ്പോൾ ഇതാണ് പുതിയ PTR ആയിട്ട് മാർക്ക് ചെയ്യുക. ഓക്കെ ആണല്ലോ അല്ലേ? ശരി. എഗെയിൻ എന്ത് ചെക്ക് ചെയ്യണം? I have to go to the while loop and I have to check the condition. ഇനി നിങ്ങൾ നോക്കിയേ, കണ്ടീഷൻ എന്താ വരികയാണ്? പറഞ്ഞോ. ഇനി എന്ത് ചെക്ക് ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ പറ. PTR ഓഫ് ഡാറ്റ ഈക്വൽ ടു കീ ആണോ? അടുത്ത ഈ രണ്ട് കണ്ടീഷൻ ട്രൂ ആയി. ഇനി എന്ത് ചെയ്യണം? PTR ഓഫ് ഡാറ്റ എത്രയാ? 10. നോട്ട് ഈക്വൽ ടു 15 ആണ്. കണ്ടീഷൻ കറക്റ്റ് ആണ്. PTRൻ്റെ ലിങ്ക് പോയിന്റ് ചെയ്യുന്നത് നള്ളിലേക്കല്ല, 3 എന്ന് പറയുന്ന നോഡിലേക്കാണ്. ദിസ് കണ്ടീഷൻ ഇസ് ട്രൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? PTRൻ്റെ ലിങ്ക് പോയിന്റ് ചെയ്ത സ്ഥലം, അതായത് 3rd എന്ന് പറഞ്ഞ നോഡ്, അതായിരിക്കും എന്തായി മാറുക? പുതിയ PTR ആയി മാറുക. ഓക്കെ. ഫസ്റ്റ് നോഡ് കഴിഞ്ഞ് സെക്കൻഡ് നോഡ് കഴിഞ്ഞ് ഇപ്പം 3rd നോഡാണ് കറണ്ട് പോയിന്റർ വാല്യൂ പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ. എഗെയിൻ എന്ത് ചെക്ക് ചെയ്യും? കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ എന്താ? PTR ഓഫ് ഡാറ്റ. ഈ PTR എന്ന് പറയുന്ന നോഡിലെ ഡാറ്റ പോർഷനിലുള്ള വാല്യൂ എത്രയാ? PTR ഓഫ് ഡാറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ പോർഷൻ സ്റ്റോർഡ് ഇൻസൈഡ് ദ നോഡ് വാല്യൂ പോയിന്റർ 15. കീ വാല്യൂ എത്രയാ? സെർച്ച് ചെയ്യേണ്ട കീ വാല്യൂ എത്രയാ? 15. യെസ്, 15 നോട്ട് ഈക്വൽ ടു 15. കണ്ടീഷൻ 15 നോട്ട് ഈക്വൽ ടു 15 എന്നാണ് വന്നിട്ടുള്ളത്. കണ്ടീഷൻ ഫോൾസ്. ഈ കണ്ടീഷൻ ഫോൾസ് ആയി. പിന്നെ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒരു കണ്ടീഷൻ ഫോൾസ് ആയി കഴിഞ്ഞാൽ ആൻഡിൽ വേറെ രണ്ടാമത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്യണോ? വേണ്ട. ഓക്കെ. അപ്പോൾ ഇതാ കണ്ടീഷൻ ഫോൾസ് ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? നേരെ ജമ്പ് ചെയ്തിട്ട് എൻഡ് ഓഫ് ദ വൈൽ ലൂപ്പിലേക്ക് വരും. റൈറ്റ്. ഇനി എന്ത് ചെക്ക് ചെയ്യും? PTRൻ്റെ ലിങ്ക് നള്ളാണോ നോക്കൂ. ഇപ്പോൾ ഉള്ള PTRൻ്റെ ലിങ്ക് നള്ളാണോ? ഇപ്പോൾ ഉള്ള നോഡിൻ്റെ PTRൻ്റെ ലിങ്ക് വാല്യൂ നള്ളാണോ? നോ, അല്ല. അപ്പോൾ എന്താ? ഈഫ് ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യില്ല, നേരെ എക്സിക്യൂട്ട് എൽസ് കേസിലേക്ക്. ഓക്കെ. അപ്പോൾ എനിക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട നോഡിനെ ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിലെനിക്ക് സ്റ്റോർ ചെയ്യേണ്ട വാല്യൂ 18 എന്നാണ്. ഇതിൻ്റെ ലിങ്ക് പോർഷൻ നള്ളായിട്ടുള്ള ഒരു നോഡാണെന്ന് എനിക്ക് കിട്ടുക. ക്ലിയർ ആണല്ലോ? ഇനി ഇതിൻ്റെ പേര് ഞാൻ എന്ത് കൊടുത്തിട്ടുണ്ട്? ന്യൂ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ന്യൂ എന്ന് പറയുന്ന പോയിന്ററിൽ. ഓക്കെ. എന്ത് ചെയ്യുന്നു? PTRൻ്റെ ലിങ്ക് പോയിന്റ് ചെയ്ത് ഏത് നോടാ? PTR ഓഫ് ലിങ്ക് വിൽ ബി ഈസ് ഈക്വൽ ടു ന്യൂ ഓഫ് ലിങ്ക് എന്ന് പറഞ്ഞാൽ PTRൻ്റെ ലിങ്ക് പോയിന്റ് ചെയ്ത നോഡ് അതേതാ? 20. PTRൻ്റെ ലിങ്ക് പോയിന്റ് ചെയ്ത നോഡ് ഏതാ? 20 എന്ന് പറയുന്ന നോഡിലേക്കാണ് PTRൻ്റെ ലിങ്ക് പോയിന്റ് ചെയ്തത്. അവിടത്തേക്ക് ഞാൻ പോയിന്റ് ചെയ്യും, ന്യൂവിൻ്റെ ലിങ്ക് റീസെറ്റ് ചെയ്യും. അപ്പോൾ എങ്ങനെ കണക്ഷൻ വരും? ന്യൂ ഓഫ് ലിങ്ക് വിൽ ബി പോയിന്റിങ് ടു PTR ഓഫ് ലിങ്ക്. ഈ കണക്ഷൻ ഇപ്പോൾ ഇല്ല. ഇനിയോ സ്റ്റോർ ചെയ്യേണ്ട 18 എന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂ 18 ഞാൻ കൊടുത്തത്. 18 will be stored inside the new of data. So I'll store 18 here. അടുത്ത എന്താ ചെയ്യുന്നത്?
ന്യൂ ഇസ് ഈക്വൽ ടു പി ടി ആർ ഓഫ് ലിങ്ക്. അതായത് പി ടി ആർ ഓഫ് ലിങ്ക് ഇനി കണക്ട് ചെയ്യുന്നത് ന്യൂവിലേക്കാണ്. ന്യൂ നോഡ് വിൽ ബിക്കം ദ പി ടി ആർ ഓഫ് ലിങ്ക്. ക്ലിയർ ആയോ? ഇത് ഇൻസേർട്ട് ആയില്ലേ? മനസ്സിലായോ? ഓക്കെ, ശരി. ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ ചോദിക്കാം. ഐ വോണ്ട് ടു ഇൻസേർട്ട് എ ന്യൂ നോഡ് ആഫ്റ്റർ ആഫ്റ്റർ 25. ഓക്കെ, ഞാൻ പറയുവാണ് ഐ വോണ്ട് ടു ഇൻസേർട്ട് എ ന്യൂ നോഡ് ആഫ്റ്റർ 25. 25 എന്ന് പറയുന്ന നോഡ് ഇവിടെ പ്രസന്റ് ആണോ? തന്നിരിക്കുന്ന ലിങ്ക് ലിസ്റ്റ് 25 എന്ന് പറയുന്ന നോഡ് ഉണ്ടോ? ഇല്ല. ഓക്കെ, നിങ്ങൾക്കറിയാം നോഡിൽ അങ്ങനെ ഒരു വാല്യൂ ഇല്ല. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ നേരത്തെ പോലെ തന്നെ പി ടി ആർ ഈസ് ഈക്വൽ ടു ഹെഡർ. അപ്പോൾ ഇതാണ് പുതിയ പി ടി ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, പി ടി ആർ ഓഫ് ഡാറ്റ നോട്ട് ഈക്വൽ ടു കീ ആണ്. ഇത് നള്ളാണല്ലോ, കണ്ടീഷൻ ട്രൂ ആണ്. ലിങ്ക് നള്ളല്ല, ഇതും കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ നെക്സ്റ്റ് ഈ ഫസ്റ്റിലത്തെ നോഡായിരിക്കും പുതിയ പി ടി ആർ. ഓക്കെ, ഇത് പി ടി ആർ ആയി. ഇവിടെ നോക്കുമ്പോഴോ പി ടി ആർ ഓഫ് ഡാറ്റ ഈസ് ഈക്വൽ ടു 5 ആണ്. കീ വാല്യൂ എന്ന് പറയുന്നത് 25 ആണ്. സോ ദിസ് കണ്ടീഷൻ ഈസ് കറക്റ്റ്. പി ടി ആർ ഓഫ് ലിങ്ക് നോട്ട് ഈക്വൽ ടു നള്ളാണ്. യെസ്, ദിസ് ഈസ് ഓൾസോ കറക്റ്റ്. അപ്പോൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് നോഡ് ഇത് പി ടി ആർ എഗെയിൻ ചെക്ക് ചെയ്യും. പി ടി ആർ ഓഫ് ഡാറ്റ നോട്ട് ഈക്വൽ ടു കീ ആണോ? അത് 10 നോട്ട് ഈക്വൽ ടു 15. കണ്ടീഷൻസ് കറക്റ്റ്. ലിങ്ക് നള്ളല്ല. അപ്പോൾ ഏത് നോഡിലേക്ക് പോകും? പുതിയ പി ടി ആർ എന്ന് പറയുന്നത് അടുത്ത 15 എന്ന് പറയുന്ന നോഡായിരിക്കും. എഗെയിൻ 15ഉം 25ഉം ഈക്വൽ ആണോ? ഈക്വൽ അല്ല. കണ്ടീഷൻ കറക്റ്റ് ആണ്. ഇതിൻ്റെ ലിങ്ക് നള്ളല്ല. ഓക്കെ, പിന്നെ ഏത് നോഡാവും പി ടി ആർ? ഇതാ ഈ ഇൻസേർട്ട് ചെയ്ത പുതിയ 18 എന്ന് പറയുന്ന നോഡായിരിക്കും പുതിയ പി ടി ആർ. എഗെയിൻ ചെക്ക് ചെയ്യും. 18 ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു 25. കണ്ടീഷൻസ് കറക്റ്റ്. ഇതിൻ്റെ ലിങ്ക് നള്ളല്ല. റൈറ്റ്. അപ്പോൾ എന്ത് ചെയ്യും? അടുത്ത നോഡ് 20 എന്ന് പറയുന്ന നോഡ് പി ടി ആർ ആയി. എഗെയിൻ ചെക്ക് ചെയ്യും. പി ടി ആർ ഓഫ് ഡാറ്റ ഈസ് ഈക്വൽ ടു കീ ആണോ? 20 ഈക്വൽ ടു 25. 20 നോട്ട് ഈക്വൽ ടു 25 അല്ലേ? കണ്ടീഷൻ കറക്റ്റ് ആണ് അല്ലേ? ഇതിൻ്റെ ലിങ്ക് പോർഷൻ എന്താ വരുന്നത്? പി ടി ആർ ഓഫ് ലിങ്ക് നോട്ട് ഈക്വൽ ടു നള്ളാണോ? നോട്ട് ഈക്വൽ ടു നള്ളല്ല, ഈക്വൽ ടു നള്ളാണ് വരുന്നത്. ഈ കണ്ടീഷൻ ഈസ് റോങ് അല്ലേ? ഈ കണ്ടീഷൻ റോങ് ആണ്. അപ്പോൾ എങ്ങോട്ടേക്ക് വരും? 10th എന്ന് പറയുന്ന ലൈനിലേക്ക് വരും. പി ടി ആർ ഓഫ് ലിങ്ക് നള്ളാണെങ്കിൽ കീ ഈസ് നോട്ട് അവൈലബിൾ ഇൻ ദ ലിസ്റ്റ് എന്ന് പ്രിന്റ് ചെയ്യും. ഈ ലാസ്റ്റ് പറഞ്ഞത് ക്ലിയർ ആയോ എല്ലാവർക്കും? 10th 11th 12th ലൈനിൽ പറഞ്ഞിട്ടുണ്ട് പി ടി ആർ ഓഫ് ലിങ്ക് നള്ളാണെങ്കിൽ കീ ഈസ് നോട്ട് അവൈലബിൾ ഇൻ ദ ലിസ്റ്റ് എന്ന് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ആ കണ്ടീഷൻ മനസ്സിലായോ എല്ലാവർക്കും? യെസ്. എപ്പോഴാണ് ആ കണ്ടീഷൻ വേണ്ടത്? അതായത് നിങ്ങൾ ഒരു കീ വാല്യൂ കൊടുക്കുകയാണ് 25, പക്ഷെ അത് നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിൽ ഇല്ലാത്തൊരു വാല്യൂ ആണ്. നിങ്ങൾ എന്ത് ചെയ്യും? ഫസ്റ്റ് തൊട്ടിട്ട് ലാസ്റ്റ് വരെ നോഡ് സെർച്ച് ചെയ്ത് പോവും. അവിടെ 25 വാല്യൂ ഉണ്ടോ നോക്കും. വാല്യൂ ഇല്ലെങ്കിൽ എന്താ പ്രിന്റ് ചെയ്യുക? കീ ഈസ് നോട്ട് അവൈലബിൾ ഇൻ ദ ലിസ്റ്റ് എന്ന് പ്രിന്റ് ചെയ്യണം. ആ ഒരു കേസിലാണ് ഈ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുക. ഈ ലൂപ്പിലുള്ള ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? പറഞ്ഞോ, റിപ്ലൈ ചെയ്താ. ഷോണിൻ, ആഷ്പിൻ ഷാജി, ദീപിക, അക്ഷര, അഞ്ജിത, ഷഹന, സഹില, നന്ദന, സദഫ്, അശ്വന്ത്, അശ്വൽ. ബാക്കിയുള്ള എല്ലാവർക്കും മനസ്സിലായതല്ലേ? അക്ഷര, ആകർഷ്, അനുരാഗ്, ടൈഫൽ, ഹാരിക. ശരി. അപ്പോൾ നമ്മൾ 3 അൽഗോരിതം പഠിച്ചല്ലോ. ഏതൊക്കെയാണ് 3 അൽഗോരിതംസ് പറഞ്ഞേ? ഇൻസേർഷൻ, ഇൻസേർഷൻ അറ്റ് ദ ഫ്രണ്ട്, ഇൻസേർഷൻ അറ്റ് ദ എൻഡ്,
ഇൻസേർഷൻ അറ്റ് എനി സ്പെസിഫൈഡ് പൊസിഷൻ. ഓക്കെ, ഞാൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിലീഷൻ എന്ന് പറഞ്ഞ കേസാണ്. ഡിലീഷൻ എന്ന് പറഞ്ഞാൽ നോഡ് എങ്ങനെയാണ് വരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് നോഡ് ഡിലീറ്റ് ചെയ്യുക? ഓക്കെ, നിങ്ങൾ ഡിലീഷൻ ഞാനിപ്പം എക്സ്പ്ലനേഷൻ മാത്രം പറയാം. ഒരു ഹെഡർ ഉണ്ട്, ഹെഡറിൽ നിന്ന് 3 നോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്, റൈറ്റ്? ഫ്രണ്ടിലത്തെ നോഡിനെ എനിക്ക് ഡിലീറ്റ് ചെയ്യണം. ഇങ്ങനെ വരും. So this is the header node. Header node is connected with first node. This is connected with second node. This is connected with third node. എന്താ ചെയ്യേണ്ടത്? ഈ നോഡിനെ ഡിലീറ്റ് ചെയ്യണം. ഈ നോഡിനെ ഡിലീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഹെഡർ എന്നുള്ള കണക്ഷൻ എങ്ങോട്ടേക്ക് റീചേഞ്ച് ചെയ്യണം? സെക്കൻഡ് നോഡ്. ഇത് ഫസ്റ്റ് നോഡ്, ഇത് സെക്കൻഡ് നോഡ്, ഇത് തേർഡ് നോഡാണ്. ഫസ്റ്റ് നോഡിൽ നിന്നുള്ള കണക്ഷൻ, ഹെഡറിൽ നിന്ന് ഫസ്റ്റ് നോഡിലേക്കുള്ള കണക്ഷൻ സെക്കൻഡ് നോഡിലേക്ക് പോയിന്റ് ചെയ്യണം, റൈറ്റ്? പിന്നെ 1 to 2 എന്ന് പറയുന്ന കണക്ഷൻ പ്രസക്തിയില്ല. ഓക്കെ അല്ലേ? ഡിലീഷൻ അറ്റ് എൻഡ് ആണെങ്കിലോ? ഡിലീഷൻ അറ്റ് എൻഡ് ആണെങ്കിൽ നിങ്ങൾ എന്നാ പറ, എന്താ ചെയ്യേണ്ടത്? There is a header node. Header node is pointing to the first node, and this is connected with second node. Second node is connected with node 3. എൻഡിൽ ഡിലീറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? എൻഡ് നോഡ് നിങ്ങൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? എൻഡ് നോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിങ്ക് പോർഷൻ നള്ളായിട്ടുള്ള നോഡായിരിക്കും എൻഡ് നോഡ്. എൻഡ് നോഡിനെ അത് ലിങ്ക് PTR ഓഫ് ലിങ്ക് നള്ളാണോ ചെക്ക് ചെയ്ത് ലിങ്ക് നള്ളായിട്ടുള്ള നോഡിനെ കണ്ടുപിടിക്കും. സോ ദിസ് ഈസ് ഗോയിങ് ടു ബി ദ ലാസ്റ്റ് നോഡ്. ഓക്കെ, ഇത് ഐഡന്റിഫൈ ചെയ്തിട്ടാകുമ്പോൾ എന്ത് ചെയ്യും? ഐ വിൽ ഡിലീറ്റ് ദിസ് നോഡ് ആൻഡ് ഐ വിൽ റിട്ടേൺ ദിസ് നോഡ് ബാക്ക് ടു മെമ്മറി ബാങ്ക്. അടുത്ത കേസ് എന്ന് വെച്ചാൽ ഡിലീഷൻ അറ്റ് എ സ്പെസിഫൈഡ് പൊസിഷൻ ആണ്. അതെങ്ങനെയാണ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത്? ഈ 2 എന്ന് പറഞ്ഞ നോഡിനെയാണ്. 2 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുള്ള നോഡിനാണ് ഐ വോണ്ട് ടു ഡിലീറ്റ്. ഹൗ യു വിൽ ഡിലീറ്റ്? വാട്ട് യു ആർ ഗോയിങ് ടു ഡു ഇസ് ലൈക്ക് you will delete this node and the link from 1 will be pointing to 3. There is no connection between 2 and 3. Clear ആണോ ഇത്? ഡിലീഷൻ കേസ് പറഞ്ഞാൽ മനസ്സിലായോ? സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ ചോദിക്കുന്നത് ഫസ്റ്റ് നിന്ന് ഡിലീറ്റ് ചെയ്യുമ്പോഴും എൻഡ് നിന്ന് ഡിലീറ്റ് ചെയ്യുമ്പോൾ മിഡിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുമ്പോഴും ഡിഫറൻസ് മനസ്സിലായോ? നിങ്ങൾ പറ. ഇത് ഫസ്റ്റ് നോഡ്, ഇത് സെക്കൻഡ് നോഡ്, തേർഡ് നോഡ്, ഫോർത്ത് നോഡ്. എന്താ ചെയ്യുക നിങ്ങൾ? ഡിലീഷൻ അറ്റ് ഫ്രണ്ട് ആണെങ്കിലോ ഏത് നോഡാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്? 1 എന്ന് പറയുന്ന നോഡ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഹെഡർ എന്നുള്ള ലിങ്ക് ഈ നോഡിനെ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ഹെഡർ എന്നുള്ള ലിങ്ക് ഉണ്ടാവുമല്ലോ. ഹെഡർ എന്നുള്ള ലിങ്ക് ഇതിനെ PTR നിനക്ക് മാർക്ക് ചെയ്യാം. PTR നിന്ന് പോയ ലിങ്കിലേക്ക് ഹെഡറിൻ്റെ ലിങ്ക് പോയിന്റ് ചെയ്യും, റൈറ്റ്? ഇതൊരു കേസ്. രണ്ടാമത്തെ കേസ് എങ്ങനെ വരും? Similarly, head is there. Head is pointing to the first node. This is connected with second node. Next is connected with third node and last node is connected fourth node. ഞാൻ എന്താണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്? എൻ്റെ നോഡ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും? ലിങ്കിനുള്ളാവുന്ന നോഡിനെ ഐഡൻറ്റിഫൈ ചെയ്യാം.
ലിങ്കിനുള്ളതിനെ നോഡിനെ ഐഡൻറ്റിഫൈ ചെയ്ത് ഇതിനെ ഡിലീറ്റ് ചെയ്തു. റൈറ്റ്. എന്നിട്ട് ഇനി എന്ത് ചെയ്യണം? ഇതിൻ്റെ ലിങ്ക് എങ്ങോട്ടേക്കും പോയിന്റ് ചെയ്യുന്നില്ലല്ലോ, ഇതിൻ്റെ ലിങ്ക് നള്ളാക്കി സെറ്റ് ചെയ്യണം പ്രീവിയസ് നോഡിൻ്റെ. അതിന് ഡിലീഷൻ സ്പെസിഫൈഡ് പൊസിഷൻ എങ്ങനെയാ നോക്കാം. ആൻസർ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത് 2 എന്ന് പറയുന്ന വാല്യൂള്ള നോഡിനെയാണ്. എന്ത് ചെയ്യും? ഡാറ്റ വാല്യൂവിൽ 2 എന്ന് പറയുന്ന പൊസിഷനുള്ള നോഡിനെ കണ്ടുപിടിച്ചിട്ട് അതിനെ ഡിലീറ്റ് ചെയ്യുന്നു. ഡിലീറ്റ് ചെയ്തതിന് ശേഷം കണക്ഷൻ റീഎസ്റ്റാബ്ലിഷ് ചെയ്യണ്ടേ? 1 നിന്ന് 2ലേക്കുള്ള കണക്ഷൻ അതുപോലെ തന്നെ തുടരും. നെക്സ്റ്റ് 1 to there is a connection from 1 to next node is 3. ഇതൊരു ക്ലിയർ ആണോ? Any doubt in this? ചോദിക്കാം. ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേടാ? ശരി. ഡിലീഷൻ അൽഗോരിതം അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ. നൗ ടെൽ മീ ദ അറ്റൻഡൻസ്. അഭിനന്ദ് present. അഭിനവ് 2 ആബ്സെന്റ് അല്ലേ? അബ്രാം പ്രസന്റ്. ആഗ്ന, അഖില, അജൽ Present, ma'am. ആകർഷ്, Present, ma'am. ഗോകുൽ, പ്രസന്റ് മാം. Present, ma'am. ആൽബിൻ, Present, ma'am. അഞ്ജീത, അനുജിത്ത്, അനുരാഗ്, പ്രസന്റ് മാം. അരുണിമ, പ്രസന്റ് മാം. അശ്വിൻ ഷാജി, Present, ma'am. അശ്വിൻ തനിൽകുമാർ, അശ്വിൻ കെ, അശ്വിൻ പവിത്രൻ, Present, ma'am. അശ്വിൻ എം കെ, പ്രസന്റ് മാം. അശ്വിന്ദ ടി കെ, Present, ma'am. അശ്വതി വി കെ, ആദൽ സെബാസ്റ്റ്യൻ, ദീപിക. Present, ma'am. ഓക്കെ. അഭിറാം പ്രസന്റിനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അഭിറാം. ദേവിക, ഫാത്തിമ, Present, ma'am. ഫാത്തിമത്തുൽ മിസ്ബ, Present, ma'am. സഹല, ഷിബല്യ, ഓക്കെ, സുഹറ, Present, ma'am. ഗാഥ, Present, ma'am. ഗോപിക, കിരൺ, Present, ma'am. കിരണില്ലേ? മാളവിക, Present, ma'am. നബീൽ, പ്രസന്റ് മാം. ഹസിൻ, ഹസിന, Present, ma'am. ഫഹദ്. ഓക്കെ, കിരൺ. ഓക്കെ, ഫഹദ് ആബ്സെന്റ് അല്ലേ? സദഫ്, പ്രസന്റ് മാം. സന, നേഹ, Present, ma'am. നിഹാരിക, നിർമ്മൽ, നിവേദിത, നൈനിക, Present, ma'am. Present, ma'am. രജത്, Present, ma'am.
Present, ma'am. Sahila, Sarang, Present, ma'am. Sharang, Sahana Shirin, Present, ma'am. Shanil K, Present, ma'am. Sarang ഇല്ലേ? ഓക്കെ. ഷോണിനുണ്ട്. ഓക്കെ. സിദ്ധാർത്ഥ, Present, ma'am. സിദ്ധാർത്ഥ പ്രേമനുണ്ട്. സിദ്ധാർത്ഥ സുനിലില്ല അല്ലേ? Present, ma'am. സൗരവ്, ശ്രീരജ്, Present, ma'am. ടൈഫൽ. ഓക്കെ. വർഷനാഥ്, വിഘ്നേഷ്, Present, ma'am. വിസ്രുത്, Present, ma'am. പ്രണവ് മധു, സീലിയ. Present, ma'am. I'm 16% ആണ്. ഓക്കെ. ഓക്കെ. ആബ്സെൻറ്റീസ് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇന്നെടുത്ത് എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ഡൗട്ടൊന്നുമില്ലല്ലോ? ക്ലിയർ അല്ലേ? ഡൗട്ടൊന്നുമില്ലല്ലോ? Okay then. We'll see you next class. Okay then. Bye bye.